വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 7th സെമസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിൽ അപ്രോച്ചസ് ടു ഡിസൈൻ കൺട്രോൾഡ് റിലീസ് ഫോർമുലേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലായി നമ്മൾ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അതുപോലെ നോട്ട്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്രോച്ചസ് ആണ്. അത് തന്നെ ഡിഫ്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റം ഉണ്ട്, ഡിസൊല്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റം ഉണ്ട്, അയൺ എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഡിഫ്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റം നോക്കാം. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഹൈ കോൺസെൻട്രേഷനിൽ ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. ഈ ഡ്രഗ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസെൻഷ്യൽ മെക്കാനിസം ആണ്. എന്തിനു വേണ്ടിയിട്ട്? ബയോളജിക്കൽ സിസ്റ്റത്തിലോട്ട് ഡ്രഗിൻ്റെ ഡിസ്പേർഷൻ നടക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ഡ്രഗ് ഡിഫ്യൂഷൻ എസെൻഷ്യൽ ആണ്. ഈ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റിസർവോയർ സിസ്റ്റം ഉണ്ട്, മെട്രിക് സിസ്റ്റം ഉണ്ട്. ഈ ഡ്രഗ് റിലീസിൻ്റെ, അതായത് ഈ സിസ്റ്റത്തിൽ നിന്നുള്ള ഡ്രഗ് റിലീസിൻ്റെ ബേസിക് മെക്കാനിസം രണ്ടിനും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് റിസർവോയർ ഡെലിവറി സിസ്റ്റം നോക്കാം. റിസർവോയർ സിസ്റ്റത്തിലെ കേസിൽ ഒരു കോർ ഉണ്ടായിരിക്കും. ആ കോറിനെ സറൗണ്ട് ചെയ്തിട്ടൊരു തിൻ പോളിമർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അതിലാണ് തെറാപ്യൂട്ടിക് ഏജൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഈ ആക്റ്റീവ് ഏജൻറ്റ് അല്ലെങ്കിൽ ഈ തെറാപ്യൂട്ടിക് ഏജൻറ്റ് എന്ന് പറയുന്നത് സറൗണ്ടിങ്സിലോട്ട് റിലീസ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്, ഒരു റേറ്റ് ലിമിറ്റിംഗ് മെംബ്രെയിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തെറാപ്യൂട്ടിക് ഏജൻറ്റ് എങ്ങനെയാണ്? ഒരു കോർ ഉണ്ടായിരിക്കും. ആ കോറിന് ചുറ്റും ഒരു തിൻ പോളിമർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇതിപ്പോൾ കോറാണ് വിചാരിക്കുക. ഈ കോറിന് ചുറ്റും എന്താ അതുപോലെ ഒരു തിൻ പോളിമർ മെംബ്രെയിൻ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് തെറാപ്യൂട്ടിക് ഏജൻറ്റ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു റേറ്റ് ലിമിറ്റിംഗ് മെംബ്രെയിൻ ഇവിടെ ഉണ്ടാവും. അതിൽ നിന്ന് എന്താ ഡിഫ്യൂഷൻ വഴിയാണ് സറൗണ്ടിങ്സിലോട്ട് ഇത് റിലീസ് ചെയ്യുന്നത്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനെ അല്ലെങ്കിൽ ആക്റ്റീവ് ഏജൻറ്റിനെ റിലീസ് ചെയ്യുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ സെല്ലുലോസ്, ഈഥാൽ സെല്ലുലോസ്, പോളിവിനാൽ അസറ്റേറ്റ്. ഡ്രഗ് ഡെലിവറി റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. റേറ്റ് കൺട്രോൾ ചെയ്യുക എങ്ങനെയൊക്കെയാണ്? പോളിമറിക് കണ്ടൻറ്റിൻ്റെ കോട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടും തിക്നെസ് ഓഫ് കോട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുമാണ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിൽ ഒരു റിസർവോയർ ഉണ്ടായിരിക്കും. അതിൽ സോളിഡ് ഡ്രഗോ ഡൈലൂട്ട് സൊല്യൂഷനോ ഹൈലി കോൺസെൻട്രേറ്റഡ് ഡ്രഗ് സൊല്യൂഷനോ ആണ് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഇതൊക്കെ ഒരു പോളിമർ മാട്രിക്സിലായിരിക്കും. അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിലിം ഓഫ് അല്ലെങ്കിൽ മെംബ്രെയിൻ ഓഫ് റേറ്റ് കൺട്രോളിംഗ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ഈ ഒരു പോളിമർ കോട്ടിംഗ് എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിഫോം ഡിഫ്യൂഷന് വേണ്ടിയിട്ടാണ്. ത്രൂ ഔട്ട് ലൈഫ് ടൈം ആക്റ്റീവ് ഏജൻറ്റിൻ്റെ റിലീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിമർ കോട്ടിംഗ് ഉള്ളത്. ഈ സിസ്റ്റത്തിനെ തന്നെ ഇംപ്ലാന്റബിൾ ഓർ ഓറൽ റിസർവോയർ ഡെലിവറി സിസ്റ്റം എന്നും ട്രാൻസ്ഡെർമൽ സിസ്റ്റം എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ഡ്രഗ് റിലീസിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഫിക്സ് ലോനെ ബേസ് ചെയ്തിട്ടാണ്. റേറ്റ് ഓഫ് ഡ്രഗ് റിലീസ് കൺട്രോൾ ചെയ്യുന്നത് ഡ്രഗ് ഡിഫ്യൂഷൻ ത്രൂ ദ പോളിമർ ആണ്. ഫിക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/μ = dSk ΔC/L. അപ്പോൾ ഇതിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, S എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഡിഫ്യൂഷൻ ഏരിയ, K എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ്, ΔC കോൺസെൻട്രേഷനിൽ വരുന്ന ഡിഫറൻസും, L എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ പാത്ത് ലെങ്ത്തും. ഇതാണ് മെയിൻലി ഫിക്സ് ലോ അതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഓർഡർ റിലീസ് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് സൈസ് ആൻഡ് ഷേപ്പിലോട്ട് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ പോളിമറിക് മാട്രിക്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഡ്രഗ് ഇനാക്ടിവേറ്റ് ആവുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹൈ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസീവ് ആണ്. സിസ്റ്റം ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ റപ്ചർ ഉണ്ടാവും. റപ്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ് ഡോസ് ഡംപിങ്ങിന് കാരണമാകുന്നുണ്ട്. പിന്നെ ഈ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള റിസർവോയർ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാൻ ഈസി അല്ല. ഇത്രയാണ് റിസർവോയർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇനി നമുക്ക് മെട്രിക്സ് അല്ലെങ്കിൽ അതിനെ തന്നെയാണ് മോണോലിത്തിക് ഡെലിവറി സിസ്റ്റം എന്നും പറയും. മെട്രിക്സ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ കേസിൽ എന്താ? തെറാപ്യൂട്ടിക് ഏജൻറ്റും പോളിമറും ഒരു ഇതിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡ്രഗ് റിലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു മെട്രിക്സ് നിന്ന് സറൗണ്ടിങ് എൻവയോൺമെൻറ്റിലോട്ട് ഡ്രഗിൻ്റെ ഡിഫ്യൂഷൻ തന്നെയാണ്. ഇവിടെ പോളിമറും ആക്റ്റീവ് ഏജൻറ്റും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഹോമോജീനിയസ് സിസ്റ്റമാണ് ഫോം ചെയ്തത്. അതായത് ഇപ്പം
നമ്മൾ ഓൾറെഡി റിസർവോയറിൻ്റെ കേസിൽ പറഞ്ഞ ഒരു കോറുണ്ട്. ആ കോറിനെ സറൗണ്ട് ചെയ്തൊരു തിൻ പോളിമർ മെംബ്രെയിൻ ഉണ്ട്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു റേറ്റ് ലിമിറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട്. ഈ ഒരു കോറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡ്രഗ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇത് ഡിഫ്യൂഷൻ വഴി പുറത്തേക്ക് വരും. ഇനി നമ്മൾ അടുത്ത മെട്രിക്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോളിമറും ഡ്രഗും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലെയറാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഡിഫ്യൂഷൻ നടക്കുക എങ്ങനെയാണ്? പോളിമർ മെട്രിക്സിൽ നിന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലോട്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രഗ് റിലീസ് നടന്നു കഴിഞ്ഞാൽ ഡെലിവറി റേറ്റ് എന്ത് ചെയ്യും? കുറയും. കാരണം ബയോ ആക്റ്റീവ് ഏജൻറ്റിന് ഒരു ലോങ് ഡിഫ്യൂഷൻ പാത്ത് വരെ മൂവ് ചെയ്യണം, എന്നിട്ട് വേണം റിലീസ് ആവാൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് റിലീസ് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡെലിവറി റേറ്റ് കുറയുന്നുണ്ട്. ഇനി മെട്രിക് സിസ്റ്റത്തിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ റിജിഡ് മെട്രിക്സ് ഡിഫ്യൂഷൻ സിസ്റ്റം ഉണ്ട്, സ്വെല്ലബിൾ മെട്രിക്സ് ഡിഫ്യൂഷൻ സിസ്റ്റം ഉണ്ട്. അതിനെ തന്നെ നമ്മൾ ഗ്ലാസി ഹൈഡ്രോജൽ സിസ്റ്റം എന്നൊക്കെ പറയും. രണ്ടിനും എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കി നോക്കുക. അതായത് റിജിഡ് മെട്രിക്സ് ഡിഫ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൊലബിൾ പ്ലാസ്റ്റിക്കിലൊക്കെയാണ് യൂസ് ചെയ്യുക, സച്ച് ആസ് പോളിവിനാൽ പൈറോളിഡിൻ ഫാറ്റി ആസിഡ്. സ്വെല്ലബിൾ മെട്രിക്സ് ഡിഫ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളാണ് ട്രഗകാന്തം HPMC. ഇനി ഇതിൻ്റെ മെക്കാനിസം നമ്മൾ ഓൾറെഡി റിസർവോയറിൻ്റെ മെക്കാനിസം ഫിക്സ് ലോ ആണെന്ന് പറഞ്ഞു. മെട്രിക് സിസ്റ്റത്തിൻ്റെ മെക്കാനിസമാണ് ഹിക്കൂജി ലോസ്. ഹിഗോജി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ് റിലീസിൻ്റെ, അതായത് ഒരു മെട്രിക്സ് എന്നുള്ള ഡ്രഗ് റിലീസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെട്രിക്സ് എന്നുള്ള ഡ്രഗ് ഡിഫ്യൂഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതാണ് ഹിഗൂജി ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. dQ/dt = DACS/2T ഹോൾ റേസ് ടു 1/2. ഇതിൽ dQ/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡ്രഗ് റിലീസ്, T ടൈം, D ഡ്രഗ് ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, A ടോട്ടൽ എമൗണ്ട് ഓഫ് ഡ്രഗ്, CS ഡ്രഗ് സൊല്യൂബിലിറ്റി ഇൻ പോളിമർ. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സൈസിലോട്ടും ഷേപ്പിലോട്ടൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. നോൺ ഡീഗ്രേഡബിൾ ആൻഡ് ഡീഗ്രേഡബിൾ സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആണ്. ഡോസ് ഡംപിങ് ഉണ്ടാവില്ല റപ്ചർ ആയി കഴിഞ്ഞാലും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഓർഡർ റിലീസ് അച്ചീവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. നമുക്ക് എല്ലാ ഡ്രഗ്സിനെയും ഈ ഒരു പോളിമറിക് മാട്രിക്സുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. വാട്ടർ സൊല്യൂബിൾ ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ ബേസ്റ്റ് ചെയ്തിട്ട് റിലീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫ്യൂഷൻ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് ഡിസൊല്യൂഷൻ കൺട്രോൾഡ് റിലീസ് സിസ്റ്റം. അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ സൊല്യൂബിലൈസ് ചെയ്യാണ് ഒരു സോൾവെൻറ്റിൽ, അതായത് സോളിഡ് സർഫസിൽ നിന്ന് ലിക്വിഡ് സർഫസിലോട്ട് അവിടെ ഒരു മാസ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഡ്രഗ് റിലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഡിസൊല്യൂഷൻ റേറ്റ് ഓഫ് ഡ്രഗ്സ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് സോൾട്ടോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ ഡ്രഗിനെ എന്ത് ചെയ്യാണ്? സ്ലോലി ഡിസോൾവിങ് മെറ്റീരിയൽ ആയിട്ട് കോട്ട് ചെയ്യുക. പിന്നെ ഡ്രഗിനെ സ്ലോലി ഡിസോൾവിങ് കാരിയറിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഇതൊരു ഡ്രഗ് റിലീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറഞ്ഞത്. മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസൊല്യൂഷനാണ് നടക്കുന്നത്. മെയിനായിട്ട് 3 തിയറീസാണ് ഡിസൊല്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിഫ്യൂഷൻ ലെയർ തിയറി, സർഫസ് ലെയർ തിയറി, ലിമിറ്റഡ് സോൾവേഷൻ തിയറി. ഡിസൊല്യൂഷൻ റേറ്റ് ഓഫ് ദ കോട്ടിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് സ്റ്റെബിലിറ്റി ഓഫ് ദ കോട്ടിങ്ങും തിക്നെസ് ഓഫ് കോട്ടിങ്ങും. ഈ ഒരു ഡിസൊല്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റത്തിന് കളർ മാസ്ക് ചെയ്യാൻ, ഓർഡർ മാസ്ക് ചെയ്യാൻ, ടേസ്റ്റ് മാസ്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ GI ഇറിറ്റേഷൻസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് നോർമലി ഫസ്റ്റ് ഓർഡർ ഡ്രഗ് റിലീസ് കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് നോയസ് വൈറ്റ്നി ഇക്വേഷൻ. dμ/dt = DSCS - C/H. dμ/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ, D ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, S സർഫസ് ഏരിയ ഓഫ് ദ ഡ്രഗ്, CS സാച്ചുറേഷൻ സൊല്യൂബിലിറ്റി ഓഫ് ദ സോളിഡ്, C കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ബൾക്ക് സൊല്യൂഷൻ, H തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ ലെയർ. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർവോയർ ടൈപ്പും മെട്രിക്സ് ടൈപ്പും. റിസർവോയർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡ്രഗ് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഗ്രാന്യൂൾസിനെ ഒരു സ്ലോ ഡിസോൾവിങ് മെറ്റീരിയൽസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോട്ടഡ് പാർട്ടിക്കിൾസിനെയാണ് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസോ ആക്കിയിട്ട് മാറ്റുന്നത്. എക്സാമ്പിളാണ് ഓർണേഡ് സ്പോൺസോൾസ്, ക്ലോർ ട്രൈമെട്രോ റെപ്റ്റാബ്സ്. ഡ്രഗ് റിലീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ കോട്ടിങ്ങിൻ്റെ തിക്നെസ്സും ഡിസൊല്യൂഷൻ റേറ്റും ആണ്. വൺസ് ഈ ഡ്രഗ് കോറിലുള്ള കോട്ടിങ് എന്ന് പറഞ്ഞാൽ GITയിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡ്രഗ് റിലീസ് നടക്കുന്നുണ്ട്, ലൈക്ക് ഇമ്മീഡിയറ്റ് റിലീസ് ഫോർമുലേഷൻ. അപ്പോൾ റിസർവോയർ ടൈപ്പിൽ മെയിനായിട്ട് അതിനെ എൻകാപ്സുലേഷൻ ടൈപ്പ് എന്നും പറയും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സബ്സ്റ്റൻസിനെ സ്ലോലി ഡിസോൾവിങ് മെറ്റീരിയൽ വെച്ചിട്ട് കോട്ട് ചെയ്യുക.
ആ കോട്ടഡ് പാർട്ടിക്കിളിനെ പിന്നീട് ടാബ്ലറ്റോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസോ ആക്കിയിട്ട് മാറ്റാം. ഡ്രഗ് റിലീസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് തിക്നെസ് ഓഫ് കോട്ടിങ്ങും ഡിസൊല്യൂഷൻ റേറ്റ് ഓഫ് ദ കോട്ടിംഗ് മെറ്റീരിയൽ. വൺസ് ആ ഒരു കോട്ടിംഗ് നമ്മുടെ GITയിൽ എത്തിയിട്ട് ഡിസോൾവ് ആയിക്കഴിഞ്ഞാൽ ഡ്രഗ് റിലീസ് നടക്കുന്നുണ്ട്, ഒരു ഇമ്മീഡിയറ്റ് റിലീസ് ഫോർമുലേഷനെ പോലെ. സസ്റ്റെയിൻഡ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് റിലീസ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സ്മോളർ റിലീസ് യൂണിറ്റ്സ് ആക്കിയിട്ട് മാറ്റും. ഓരോന്നും ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള ഡിസോൾവിങ് മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്യും. ആ തിന്നർ കോട്ടിങ്സ് ഇനീഷ്യൽ ഡോസ് പ്രൊവൈഡ് ചെയ്യും, തിക്കർ കോട്ടിങ്സ് മെയിൻ്റനൻസ് ഡോസാണ് പ്രൊവൈഡ് ചെയ്യുക. ദെർഫോർ ഈ ഡ്രഗ് റിലീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് മാനറിലാണ് ഒക്കർ ചെയ്യുന്നത്. അത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനെ എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി മെട്രിക്സ് അല്ലെങ്കിൽ എംബഡഡ് അല്ലെങ്കിൽ ഇറോഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ലോലി ഡിസോൾവിങ് കാരിയറിനെ ടാബ്ലറ്റ് ഫോർമുലേഷൻ ആയിട്ട് കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടാബ്ലറ്റും സോൾവെൻറ്റും തമ്മിൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് മെട്രിക്സ് മെറ്റീരിയലിനെ സർഫസിൽ നിന്ന് ലിബറേറ്റ് ചെയ്യും. അങ്ങനെ സ്ലോലി എന്ത് ചെയ്യും, ഡ്രഗിനെ സറൗണ്ടിങ് മീഡിയത്തിലോട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് റേറ്റ് ഓഫ് ഫ്ലൂയിഡ് പെനട്രേഷൻ ഇൻ ടു ദ മെട്രിക്സ്, പൊറോസിറ്റി ഓഫ് ടാബ്ലറ്റ് മെട്രിക്സ്, നേച്ചർ ഓഫ് അഡിറ്റീവ്സ്, വെറ്റബിലിറ്റി ഓഫ് ടാബ്ലറ്റ്, പാർട്ടിക്കിൾ സൈസ്. പിന്നെ മെട്രിക്സും ഡ്രഗ്സും ഒക്കെ ടാബ്ലറ്റ്സിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നത് കാരണം അവിടെ ടാബ്ലറ്റിൻ്റെ വെയിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് ഡ്യൂറിങ് റിലീസ് പ്രോസസ്സ്. അടുത്തതാണ് ഡിഫ്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റം. ഇതിൽ 2 അല്ല ടോട്ടലി ഉള്ളത്. നമ്മൾ ഓൾറെഡി ആദ്യം ഡിഫ്യൂഷൻ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം പഠിച്ചു, ഡിസൊല്യൂഷൻ കൺട്രോൾഡ് പഠിച്ചു. അടുത്തതാണ് ഡിഫ്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റം. ഇതിൽ രണ്ടും, അതായത് ഡിഫ്യൂഷനും നടക്കുന്നുണ്ട് ഡിസൊല്യൂഷനും നടക്കുന്നുണ്ട്, രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഡിസൈഡ് റേറ്റ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിൽ എന്തായിരിക്കും, ഒരു ഡ്രഗ് കോർ ഉണ്ടായിരിക്കും, അതിനെ എൻക്ലോസ് ചെയ്തിട്ടൊരു പാർഷ്യലി സൊല്യൂബിൾ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഔട്ടർ മെംബ്രെയിൻ ഡിസോൾവ് ആവുന്ന സമയത്ത് കോട്ടിങ്ങിൽ പോഴ്സ് ക്രിയേറ്റ് ആവും. അങ്ങനെ എന്ത് ചെയ്യാണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുകയാണ് ചെയ്യുക. യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് ഈതൽ സെല്ലോസും പോളിവിനാൽ പൈറോളിഡിൻ. അതായത് ഡ്രഗ് ഉണ്ടായിരിക്കും, ആ ഡ്രഗിനെ ഒരു കോറിൻ്റെ ഉള്ളിലാണ് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടത്തിന് എന്ത് ചെയ്യും, ഒരു സറൗണ്ട് ചെയ്തിട്ടൊരു പാർഷ്യലി സൊല്യൂബിൾ മെംബ്രെയിൻ കൊണ്ടും കൂടിയും കോട്ട് ചെയ്തിട്ടുണ്ട്. വൺസ് GITയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കോട്ടിങ് GITയിൽ ഡിസോൾവ് ആയി പോയി കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു കോറിൽ കുറച്ച് ഹോൾസ് ക്രിയേറ്റ് ആവും. ആ ഹോൾസ് വഴി എന്ത് ചെയ്യും, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഇതാണ് ഡിഫ്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അപ്രോച്ചസ് ഓഫ് ഡ്രഗ് ഡിസൈൻ, അപ്രോച്ചസ് ടു ഡിസൈൻ കൺട്രോൾഡ് റിലീസ് ഫോർമുലേഷനിൽ ഡിഫ്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റം, അതിൻ്റെ ടൈപ്സ് ആയിട്ടുള്ള റിസർവോയർ ഡെലിവറി സിസ്റ്റം, മെട്രിക്സ് ഓർ മോണോലിറ്റിക് ഡെലിവറി സിസ്റ്റം, അതേപോലെ ഡിസൊല്യൂഷൻ കൺട്രോൾഡ് റിലീസ് സിസ്റ്റത്തിൽ തിയറീസും പിന്നെ നോയ്സ് വൈറ്റ്നി ഇക്വേഷനും, ടൈപ്സിൽ റിസർവോയർ അല്ലെങ്കിൽ എൻക്യാപ്സുലേഷൻ ടൈപ്പും, മെട്രിക്സ് ഓർ എംബഡഡ് ഓർ ഇറോഷൻ സിസ്റ്റം ഉണ്ട്. ഡിഫ്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ കൺട്രോൾഡ് സിസ്റ്റത്തിൽ നമ്മൾ രണ്ടും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുക എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ നോട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളോ ഏതെങ്കിലും നോട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.